മനോഹരമാണ് കഥകളെങ്കിൽ നമുക്കതൊരിക്കലും കേൾക്കാനോ ആസ്വദിക്കാനോ ഇരിക്കാതിരിക്കാൻ പറ്റില്ല. എപ്പോഴും എന്നും നമ്മുടെ മനസ്സിന് സന്തോഷവും രസവും നൽകുന്നവയാണ് കോമഡി എന്ന് പറയുന്നത്. സ്റ്റാൻഡപ്പ് കോമഡിയുടെ വേറിട്ട ഭാവങ്ങളുമായി നിങ്ങൾക്ക് മുന്നിലെത്തും വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0. അമൃത ടെലിവിഷനും RP എന്റർടൈൻമെന്റ്സും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ എക്സ്ക്ലൂസീവ് സ്റ്റാൻഡപ്പ് കോമഡി ഷോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. So when we kick start our journey, let's welcome the comedy king രമേശ് പിഷാരടി. രമേശ് ഏട്ടാ സ്വാഗതം. നമുക്ക് ഏറെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ശ്രീ സാജു നവോദയ. സാജു ചേട്ടാ സ്വാഗതം. ഇന്നിപ്പോ നമ്മുടെ വേദിയിൽ ചിരിയുടെ മാലപ്പടക്കം തീർക്കുവാനായി എത്തുന്നു ഷാജിമോൻ വാഴൂർ. വെൽക്കം ഷാജിമോൻ ചേട്ടാ, സ്വാഗതം. ഷാജിമോൻ ചേട്ടാ നമസ്കാരം. എവിടെ സ്ഥലം ഒന്നുകൂടെ പറയൂ. ഞാൻ കോട്ടയം ജില്ലയിലെ വാഴൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. വാഴൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലെ? വാഴൂർ ജോസ് ഏട്ടന്റെ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. തമാശയുമായി ബന്ധപ്പെട്ടൊരു സമയം കണ്ടെത്താനൊക്കെ എപ്പോഴാണ് തോന്നിയത്? അത് ആക്ച്വലി ഞാൻ അത്യാവശ്യം വായിക്കുന്ന ഒരാളാണ്. വെരി ഗുഡ്. പിന്നെ കുറച്ചൊക്കെ എഴുതാനൊക്കെ ശ്രമിക്കാറുണ്ട്. ഓ, പിന്നെ മക്കള് നല്ല സപ്പോർട്ടീവാണ് എന്റെ. അപ്പൊ മൂത്ത മോള് ആണ് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് അപേക്ഷ അയക്കുകയൊക്കെ ചെയ്തത്. അവിടുത്തെ എന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ച് പോകണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മാറി നിൽക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ മാറി നിൽക്കരുത്. ആ മൂത്ത മോൾക്ക് ഞാനൊരു നല്ല കേട്ടാ. എന്താ മകളുടെ പേരെന്താണ്? ആഗ്നസ്. ആഗ്നസ്. അപ്പൊ ആഗ്നസ് പറഞ്ഞു വന്നിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മളൊന്നും വർത്താനമില്ല, നേരിട്ട് പരിപാടി തുടങ്ങുകയാണ്. ഓക്കെ. അപ്പോ നമ്മൾ ഷാജിമോൻ ചേട്ടന്റെ പെർഫോമൻസിലേക്ക് കടക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നപ്പം മുതൽ അവിടെ ഇരുന്നൊരു പെങ്കൊച്ചിരുന്ന് ഭയങ്കര ചിരിയാ. അത് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം വെച്ചാൽ എൻ്റെ പേര് കേട്ടിട്ടാ. അതെല്ലായിടത്തും എനിക്ക് കിട്ടാറുള്ളതാണ്. ഈ ഷാജിമോൻ എന്ന് പറയുമ്പം, ഈ ഷാജിമോൻ എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ പ്രതീക്ഷിച്ചോ ഏതെങ്കിലും കൊച്ചു പിള്ളേർ വല്ലതും ആയിരിക്കും പരിപാടിക്ക് വരുന്നത്. ഇങ്ങനെ ഈ ജമുനാപ്പാരിയുടെ കൂട്ട് വരുന്ന ഒരാളായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. ഞാൻ ഈ ഹോസ്പിറ്റലിലൊക്കെ ചെന്നാലുണ്ടല്ലോ ചീട്ടെടുത്തിട്ട് മാറി നിൽക്കത്തില്ല. ആദ്യം ഒന്ന് ചെന്ന് ഈ അറ്റൻഡറോട് എൻ്റെ പേര് വിളിക്കാറായോ? എൻ്റെ പുള്ളിക്ക് എന്താ പേര്? ഷാജിമോൻ. ആയിട്ടില്ല കേട്ടോ, സമയമാകുമ്പോൾ വിളിക്കാം, മാറുന്നോളൂ. കാലം കഴിയും പിന്നെ ഞാൻ എൻ്റെ പേര് വിളിച്ചായിരുന്നു. ചേട്ടൻ്റെ പേരെന്താ? ഷാജിമോൻ. ഇല്ലല്ലോ, അതായിട്ടില്ല. മൂന്നാമത് ചെന്നിങ്ങനെ അയക്ക് ഇറിറ്റേഷൻ ആകും. അപ്പോൾ ചേട്ടനോടുള്ള മുമ്പേ പറഞ്ഞത് അവിടെ മാറി നിന്നോ. അപ്പോൾ ഇയാൾക്ക് കാണാമെന്നിട്ട് ഞാനിങ്ങനെ നിൽക്കും. കറക്റ്റ് ആ പേരാകുമ്പോൾ പിന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ, കയറി പൊക്കോളാൻ പറയും. കാരണം ഇതിനൊരു അനുഭവമുണ്ട്. കാരണം അല്ലെങ്കിൽ അവര് ചിലപ്പോൾ ഒച്ചത്തിൽ ഷാജിമോൻ വിളിക്കും. അപ്പോൾ അവന് അനുഭവം ഉണ്ട്. ഒരു ലേഡി അറ്റൻഡർ ഒരിക്കൽ ഷാജിമോൻ ഉറക്ക വിളിച്ചു. അപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ താഴെ കൂടെ നോക്കുക, രണ്ട് കൊച്ചുപിള്ളേർ വരുന്നുണ്ടോന്ന്. എന്നാലും ഞാൻ അവിടെ നിന്നുണ്ട് ഈ ഫ്ലക്സ് വലിച്ചു കീറുന്ന പോലെ ഉണ്ടെന്ന്. അപ്പോൾ ആൾക്കാരെല്ലാം കൂടി ചിരിച്ചു. അത് കാരണം കൊണ്ട് ഞാനിപ്പം പരമാവധി ഈ ഷാജിമോൻ എന്നാണ് എൻ്റെ റൈറ്റിംഗ് നെയിമെങ്കിലും എന്നെ അറിയപ്പെടുന്നത് സാജൻ എന്നാണ്. സാജൻ വൈദ്യർ എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. ഞാൻ വാഴൂരിൽ നിന്നാണ് വരുമെങ്കിലും ഞാൻ പറയാൻ പോകുന്നത് വാഴൂരെ കഥയല്ല. ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം ഇടുക്കി ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമമായ പ്രകാശ് എന്നൊരു സ്ഥലമാണ്. അപ്പോൾ എനിക്കൊരു കൂട്ടുകാരൻ, ഒരു സലീം എന്ന് പറയുന്ന ഒരു കുഞ്ഞാലിയുണ്ട്. ഈ കുഞ്ഞാലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞാലി എന്നുള്ളതിൻ്റെ അങ്ങ് പോയി ഞാലിയായി. പിന്നെ ഈ ഞാലിയായി. കുഞ്ഞാലിക്ക് ഏതാണ്ട് 6-7 വയസ്സ് വരെയൊക്കെ കുഞ്ഞാലി നടന്ന് ഞാലിയെ കൊണ്ട് പള്ളിക്കൂടത്തിൽ ചേർത്തു. ഞാലിയുടെ ആ പള്ളിക്കൂടത്തിലുള്ള പോക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പ്രത്യേക രസം തോന്നും. കാരണം എന്ന് വെച്ചാൽ അല്പം വലിയ തല, പിന്നെ അതിന് ചേരാത്ത 2 ചെവികൾ, പിന്നെ അതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ അന്നൊക്കെ ചൂലെന്നാണ് പറയുന്നത്. വരെയാ സംഭവം. വയറ് ഒതുങ്ങാത്ത വയറ്, പിന്നെ അതിൻ്റെ അടി ചുള്ളിക്കമ്പ് പോലെ 2 കാല്. പുള്ളിക്കൊരു നിക്കറൊക്കെ ഉണ്ട്. ഈ നിക്കർ ഇങ്ങനെ പുള്ളി നടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ നിക്കർ ഇങ്ങനെ വട്ടം നിൽക്കും. ഒരനക്കവും സംഭവിക്കില്ല. കാല് അതിനിടയ്ക്കൂടെ ഇങ്ങനെ പോളും. കുഞ്ഞാലി എന്ന് വിളിച്ചാൽ കുഞ്ഞാലി വട്ടം തിരിയും, പക്ഷേ നിക്കറിന് ഒരു അനക്കം ഉണ്ടാകുകയില്ല. അങ്ങനെ കുഞ്ഞാലി പള്ളിക്കൂടത്തിൽ പോയി ആദ്യത്തെ ഓണപരീക്ഷ വന്നു. ഓണപരീക്ഷയ്ക്ക് മാർക്ക്, കുഞ്ഞാലി സ്ലേറ്റ് ഒന്ന് കാണിച്ചാൽ മാർക്ക് എത്രയുണ്ട്? കുഞ്ഞാലി സ്ലേറ്റ് ബുക്ക് കാണിച്ചു. 8 മാർക്ക്. 50ൽ 8 മാർക്കോ? അത് അതിനിപ്പുറത്തൊരു 2 ഉണ്ടായിരുന്നു. അത് എൻ്റെ കൂട്ടുകാരൻ മായിച്ചു കളയാ. എനിക്കിട്ട് തല്ല് കിട്ടിക്കോട്ടെന്ന് ഓർത്ത്. അങ്ങനെയാണോ? എൻ്റെ മോനിട്ട് തല്ലുമൊന്നുമില്ല. പിറ്റേ ദിവസം വന്നപ്പോൾ കുഞ്ഞാലിക്ക് 2 മാർക്ക്. കുഞ്ഞാലി പറഞ്ഞ് ഇപ്പുറത്തൊരു 3 ഉണ്ടായിരുന്നു, അതൊരുത്ത മായിച്ചു കളഞ്ഞാണ്. 3-ാം ദിവസം കുഞ്ഞാലി വന്നപ്പോൾ കുഞ്ഞാലിക്ക് 11 മാർക്ക്. കുഞ്ഞാലി എത്രയാടാ മാർക്ക്? 11 മാർക്ക്. അത് ഇപ്പുറത്തൊരു 2 ഉണ്ടായിരുന്നേ, അതൊരു കൂട്ടുകാരൻ മായിച്ചു കളഞ്ഞായിരുന്നു. അപ്പോഴാണ് കുഞ്ഞാലിയുടെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് വീട്ടുകാർക്കൊരു ബോധ്യം വരുന്നത്. അങ്ങനെ കുഞ്ഞാലിയുടെ വിദ്യാഭ്യാസം കാലഘട്ടം ഇങ്ങനെ തുടർന്ന് പോകുന്നു. കുഞ്ഞാലി പഠിച്ച് ഏതാണ്ട് 14 വയസ്സായപ്പോഴേക്ക് 4-ാം ക്ലാസ്സിലെത്തി. ഇരുത്തം വന്ന് പഠിച്ചു തന്നെയാണ് എത്തിച്ചേർന്നത്. അപ്പോൾ ഈ 4-ാം ക്ലാസ് വരെ എത്തിയ കുഞ്ഞാലി എന്തായാലും കുഞ്ഞാലിക്ക് സ്കൂളിൽ നിന്ന് പോകണമെന്ന്, അന്നും അതിന് പഠിത്തം നിർത്താനോ പോകാനൊന്നും കുഞ്ഞാലിക്ക് ഒരു താല്പര്യമില്ല. കാരണം അവിടെ ഉപ്പുമാവ് ഉണ്ടാക്കണം,
അതുപോലെ തന്നെ മേരിക്കുട്ടി ടീച്ചറിൻ്റെ വീട് തൊട്ടടുത്താണ്. ടീച്ചറിന് സമയം കിട്ടിയില്ലെങ്കിൽ പശുവിനെ ഒന്ന് മാറ്റി കെട്ടണം, സാറിൻ്റെ വീട്ടിലേക്ക് ഇച്ചിരി പച്ചക്കറി വേണം, അത് മേടിച്ചു കൊടുക്കണം. അങ്ങനെ കുഞ്ഞാലി എപ്പോഴും കുഞ്ഞാലിക്ക് ഇവിടെ ജോലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വയറ് നിറച്ച് ഉപ്പുമാവും കഴിക്കാം. അപ്പോൾ കുഞ്ഞാലിക്ക് പോകാനൊന്നും മനസ്സ് തോന്നില്ല. എന്തായാലും എന്താ പറയുക, അന്ന് കുഞ്ഞാലി വയസ്സ് 14 കുഞ്ഞാലിയെ പോലെ തന്നെ ഇരുത്തം വന്ന് പഠിച്ച് വന്ന ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ഇവളിൽ ഈ 14 വയസ്സായാലും ചെറിയൊരു അനുരാഗം മുട്ടിട്ടു. ഇതൊന്ന് പറയണം കുഞ്ഞാലിക്ക് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ചെറുപ്പത്തിലേ ഉള്ളതാണ്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഇച്ചിരി ശക്തമായിട്ടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുഞ്ഞാലിക്ക് മിണ്ടാട്ടമില്ല. വിക്കാണോ എന്താ സംഭവിക്കുന്ന തരത്തില്ല കുഞ്ഞാലിക്ക് മറുപടിയേ പറയാൻ പറ്റുകയില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് കുഞ്ഞാലി പലപ്പോഴും ശ്രമിച്ചു ഇവളോട് ഈ കാര്യം ഒന്ന് പറയണം. അത് നടക്കാമെന്ന് ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞാലി അങ്ങ് തീരുമാനിച്ചു, ഇതെല്ലാം കൂടെ ഒരു കത്തായിട്ട് അങ്ങോട്ട് എഴുതി. ഈ അധികം എല്ലാ അക്ഷരമൊന്നും അറിയത്തില്ല, കുറച്ച് അക്ഷരം അറിയാവുന്ന അക്ഷരങ്ങളെല്ലാം കൂടെ വെച്ച് ഒരു അങ്ങോട്ട് കീറി. എന്നിട്ട് ഇത് ഈ പടക്കത്തിന് തീ കൊടുക്കുന്ന പോലെ അവിടെ കയ്യിലോട്ട് കൊടുത്തു. ഏതായാലും അവളത് മേടിച്ചു, വായിച്ചു, ഇരുന്ന് വായിച്ചു, കിടന്ന് വായിച്ചു, നടന്ന് വായിച്ചു, നിന്ന് വായിച്ചു, ലാസ്റ്റ് അമ്മ വായിച്ചു, അപ്പം വായിച്ചു, ഒടുവിൽ ഹെഡ് മാസ്റ്റർ വായിച്ചു. സംഗതി വിഷയമായി. കുഞ്ഞാലിയെ വിളിച്ചു. കുഞ്ഞാലി ചെന്നു. എന്താ ഇത്? പഴയ അവസ്ഥ തന്നെ. കുഞ്ഞാലിയുടെ വായിന്ന് ഒരാക്ഷരവും പുറത്തു വരികയില്ല. കുഞ്ഞാലി ഇങ്ങനെ നിന്നു. ശരി, പാപ്പയും വിളിച്ചോണ്ട് വന്നാൽ മതി നിന്നു. കുഞ്ഞാലി എന്നാ ചെയ്യാനാ? പാപ്പയോട് ഇതിന്ന് പറയാൻ പറ്റുമോ? എന്തായാലും വീട്ടിൽ വന്നു, ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. വാപ്പയോട് നാളെ സ്കൂളിൽ ചെല്ലണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വാപ്പ പറഞ്ഞു, എൻ്റെ വാപ്പ കാലേ കയ്യെ പിടിച്ച് പറഞ്ഞു എന്നോട് സ്കൂളിൽ വരെ പോടാന്ന്. ഞാൻ പോയിട്ടില്ല. പിന്നെ എൻ്റെ മോൻ പറഞ്ഞാൽ അങ്ങനെ കുഞ്ഞാലി ഏതായാലും വിഷമിച്ചു. രാത്രി മുഴുവൻ കിടന്ന് ആലോചിച്ച്, തല പുകഞ്ഞാലോചിച്ച്, പോകൊണ്ട് നാട് മുഴുവൻ അറിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. എന്തായാലും നേരം വെളുത്തപ്പോൾ വാർത്ത ആദ്യം വീട്ടുകാരറിഞ്ഞു, പിന്നെ നാട്ടുകാരറിഞ്ഞു. കുഞ്ഞാലി നാട് വിട്ടു. കുഞ്ഞാലി സ്ഥലത്തില്ല. അപ്പോൾ കുഞ്ഞാലി അന്വേഷിച്ച് പലരും പല വഴിക്കൊക്കെ പോകാൻ ശ്രമിച്ചെങ്കിലും ആരും പോയൊന്നുമില്ല. പിന്നെ കഥകൾ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി. കുഞ്ഞാലി ആ സ്കൂളിൽ ഒരു കൊച്ചിനെ എഴുത്ത് കൊടുത്തേച്ചാൽ പോയത്. അന്നേരം വേറൊരാൾ, അത് കൊച്ചിന് മാത്രമോ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചറെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നവരെ പറഞ്ഞു. അത് കേട്ടോണ്ട് വന്ന് കല്യാണിച്ചെടുത്ത് പറയുക, എൻ്റെ അവനെ നിങ്ങൾക്ക് അവനെ അറിയത്തില്ല എന്നിട്ടാ ഞാൻ പേടിച്ച് അവൻ്റെ മുന്നോട്ട് നടക്കുന്നത്. അവൻ്റെ നോട്ടം കണ്ടാൽ മതിയല്ലോ, പേടിയാകല്ലേ. ഇങ്ങനെ കഥകൾ കാക്ക ഛർദ്ദിച്ചെന്ന് പറഞ്ഞ പോലായി. ഏതായാലും കഥകൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിലധികം നിലനിൽക്കത്തില്ലോ. അത് കുറച്ച് കഴിയുമ്പോൾ കഥയങ്ങ് മാഞ്ഞു പോകും. പിന്നെ അടുത്ത കഥ വരും. പക്ഷേ വീട്ടുകാർക്ക് അതല്ല പ്രശ്നം, മകനുണ്ടായിരുന്നു പോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയലോക്കംകാരൻ കുറച്ച് ഈ മലഞ്ചരക്കൊക്കെ ആയിട്ട് ചന്തയിൽ ചെന്ന് എല്ലാം വിൽപ്പന കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ജീപ്പ് കയറാനോട്ട് തുടങ്ങുമ്പോൾ ഒരു പരിചയമുള്ള ഒരു മുഖം കാണുന്നു. ഒരു പയ്യൻ. ഇത് നമ്മുടെ കുഞ്ഞാലിയല്ലേ? കുഞ്ഞാലി ചാടി എഴുന്നിട്ട് നോക്കി. നീ പോരുന്നോന്ന് ചോദിച്ചു. ഈ റബ്ബർ ബാൻഡ് വലിച്ചേച്ച് വിടുന്ന പോലെ കുഞ്ഞാലി ചാടി ജീപ്പിനകത്ത് കയറി. ഏതായാലും അവരവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കുഞ്ഞാലിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. കുഞ്ഞാലി അധികമൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല ആദ്യമൊക്കെ. പിന്നെ പതുക്കെ മാർക്കറ്റിലേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഈ അങ്ങാടിയിലൊക്കെ വന്ന് കച്ചവടക്കാരെയൊക്കെ അത്യാവശ്യം സഹായിക്കാനൊക്കെ തുടങ്ങി. അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും സാധനമൊക്കെ മേടിച്ചു എന്നാൽ അതെടുത്ത് വേണേൽ വീട്ടിൽ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെ നാട്ടുകാർക്ക് സഹായമൊക്കെ. പിന്നെ കൃഷിക്കാരെയൊക്കെ സഹായിക്കാൻ തുടങ്ങി. അവരുടെ എന്തെങ്കിലും ഉൽപ്പന്നമൊക്കെ ഉണ്ട് ചന്ത എത്തിച്ചു കൊടുക്കുക. അതൊക്കെ പിന്നീട് ഇവരറിയാതെ തന്നെ എങ്ങനെ എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ, അടയ്ക്ക, വാഴക്കൊല, തേങ്ങയൊക്കെ ഈ കർഷകരറിയാതെ കൂടെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴത്തേക്ക് അവർ പിടിച്ച് ഓരോ തപ്പും തലോടലൊക്കെ കൊടുത്തു. അതും വലിയ വിഷമമായി. കുഞ്ഞാലിക്ക് വിഷമമൊന്നുമില്ല, 1-2 കിട്ടും. ഇതിപ്പം 4 ആൾ കൂടുന്നിടത്ത് കുഞ്ഞാലിക്കൊരടി കോട്ടയുള്ളതാണ്. എന്നാൽ കുഞ്ഞാലിയുടെ ഒരു ധാരണ ഇരിക്കുന്നത്. അപ്പോൾ ബാപ്പ ചോദിച്ചാൽ നിനക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട്? പിന്നെ എനിക്ക് താല്പര്യം, അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചോളാം. അന്ന് തന്നെ ഒരു ആശാനെ കണ്ടുപിടിച്ചു. അന്നിട്ട് ഡ്രൈവിംഗ് സ്കൂളൊന്നും ഇല്ലല്ലോ. ആശാനെ കണ്ടുപിടിച്ച് കൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. ആശാന് വരുത്തു സന്തോഷം. 10 പൈസ മുടക്കാതെ ഒരു അടിമയെ കൈ കിട്ടിയല്ലോ. മറ്റേ വണ്ടി കഴുകണമെങ്കിൽ 2 രൂപ കൊടുക്കണം. ആ 2 രൂപയും പോവുകയില്ല. അപ്പോൾ അങ്ങനെ ഏതായാലും കുഞ്ഞാലി വണ്ടി ഡ്രൈവിംഗ് പഠനം ആരംഭിച്ചു. അപ്പോഴേക്കും കുഞ്ഞാലി വണ്ടിയുടെ ബാക്കിലെ പൈപ്പിൽ എപ്പോഴും ഇങ്ങനെ തൂങ്ങി കിടക്കും. ഇറച്ചിക്കടയിൽ ഈ ആട്ടറച്ചി തൂങ്ങി കിടക്കുന്ന പോലെ, വാരിയലും ഒക്കെ ആയിട്ട് മാത്രമായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ ജീപ്പിന്റെ പുറകിൽ ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കും. ഏതായാലും കുഞ്ഞാലി അത്യാവശ്യം വണ്ടി ഓടിക്കാറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരത്തേക്കും കുഞ്ഞാലിയുടെ പേര് മാറി ഞാലിക്കിളിയായി. ഞാലിക്കിളി എന്നായി കുഞ്ഞാലിയുടെ പേര്. ഒരു ദിവസം ആശാൻ പറഞ്ഞടാ കുഞ്ഞാലിയെ, എന്നാ നീ പോയി വണ്ടി ഒന്ന് കഴുകിക്കൊണ്ടിരാൻ. കുഞ്ഞാലി സന്തോഷം. കുഞ്ഞാലി വണ്ടി കഴുകാൻ പോകുന്ന അന്നൊരു പ്രത്യേകത. കുഞ്ഞാലി നല്ലപോലെ ഒന്ന് കുളിക്കും. അപ്പോൾ ഈ ഷർട്ടൊക്കെ ഊരി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ചുണങ്ങുപാടം പുള്ളിയുടെ ശരീരത്തിൽ ഇങ്ങനെ നല്ല ഈ രാജ്യങ്ങളുടെ ഇത് വരച്ചേക്കുന്ന അറ്റ്ലസ് തുറന്നു വെച്ചേക്കുന്ന പോലെ നമുക്ക് തോന്നും പുള്ളിയുടെ ശരീരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ അതോടുകൂടി ഡ്രൈവിംഗ് പഠനം തീർന്നു. എന്തായാലും അത്യാവശ്യം ഈ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചല്ലോ. അപ്പം വാപ്പ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ജീപ്പ് വാങ്ങാം. അപ്പോൾ കുഞ്ഞാലിക്ക് ഒരു ജീപ്പ് വാങ്ങി കൊടുത്തു. കുഞ്ഞാലി ഒരു ജീപ്പ് മുതലാളിയായി എന്ന് പറയാം. അങ്ങനെ അത്യാവശ്യം ഓട്ടോ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ആശാൻ ചോദിച്ചു, കുഞ്ഞാലി എന്നടാ പരിപാടി? ഒന്നുമില്ല ആശാനെ, നേരം പോയി, ഇനിയിപ്പം ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, വീട്ടിൽ പോകാമെന്ന്. എടാ എന്നാൽ നമുക്ക് അപ്പുറം വരുന്ന പോകാം. ആശാൻ ചാടി കയറി. 12 എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു 10-12 വീടുകൾ മാത്രം അടുത്തടുത്ത് താമസിക്കുന്നത്. അതിനടുത്ത് കൊണ്ട് വണ്ടിയിട്ട് ആശാൻ ഇറങ്ങിപ്പോയി. കുഞ്ഞാലി വണ്ടിയെ തന്നെ ഇരിക്കുക. അപ്പോൾ 1-2 ആൾക്കാരൊക്കെ അതിലേക്ക് അടുത്ത് കൂടുന്നു, ഈ വണ്ടിയുടെ ചുറ്റുമൊക്കെ. കുഞ്ഞാലിക്കൊക്കെ കാര്യം പിടികിട്ടിയില്ല. കുഞ്ഞാലി അതിൽ തന്നെ ഇരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പം പുറകിൽ നിന്ന് ഒരു ആക്രോശം കേട്ടു. ഇവന്മാരോട് ഇത് കൂട്ട് കേസുമായിട്ട് ഈ വഴി വരരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. അവനെ ഇനി പിടിച്ചോളാൻ പറഞ്ഞു. കുഞ്ഞാലി വണ്ടിയിൽ നിന്ന് ചാടി അടുത്ത് കണ്ട വേലി എടുത്ത് ചാടി. അപ്പുറത്തോട്ട് ഇന്നപ്പം ആദ്യം വെളിച്ചം കണ്ട വീട്ടിലേക്ക് ചാടി കയറി. ഞെട്ടിപ്പോയി. കുഞ്ഞാലി ഞെട്ടിപ്പോയി. കാരണം അതിനകത്ത് ഒരു പെൺകുട്ടി നിൽക്കുക. പഴയ വത്സല, വളർന്ന് പടർന്ന് പന്തലിച്ച് യൗവനയുക്തയായി ഒരു യുവതിയായിട്ട് ഇങ്ങനെ നിൽക്കുക. കുഞ്ഞാലി ചാടി അകത്ത് കയറുകയും ചെയ്തു.
നാട്ടുകാരും വട്ടം കൂടി. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ട് തൊട്ടുള്ള കേസാണ്. ഇത് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണെന്ന് ഈ നാട്ടുകാർ. എന്തിനേറെ പറയുന്നു. നാട്ടുകാരെല്ലാം കൂടെ കൂടി വീട്ടുകാരെ ആരെയും അറിയിച്ചില്ല. അവസാനം പോലീസിൽ അറിയിക്കാൻ പറഞ്ഞ് പോലീസ് വന്ന് കുഞ്ഞാലിയോട് പലരും ചോദിക്കുന്നത്. കുഞ്ഞാലിക്ക് കാര്യം പറയണമെന്നുണ്ട്, എങ്ങനെ പറയാനാ, പഴയ അവസ്ഥ കിടക്കുക, ഒന്നും മിണ്ടത്തില്ല. അങ്ങനെ നാട്ടുപ്രമാണികൾ തീരുമാനിച്ചു, ശരി കല്യാണം കഴിച്ചു കൊടുത്തേക്കാം, ഈ കള്ളക്കളി വേണ്ടല്ലോ ഇനി. അപ്പോഴും കുഞ്ഞാലിക്ക് പറയാൻ പറ്റുന്നില്ല, എനിക്കിത് അറിയത്തില്ല, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, ഒന്നും പറയാൻ പറ്റിയില്ല. എന്തായാലും കുഞ്ഞാലിക്ക് ഒരു കുടുംബമായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നാട്ടുകാരറിഞ്ഞില്ല, വീട്ടുകാരറിഞ്ഞില്ല, ബ്രോക്കർ വേണ്ടി വന്നില്ല, പിന്നെ ബിരിയാണി ഉണ്ടാക്കേണ്ടി വന്നില്ല, ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. കുഞ്ഞാലിക്ക് ഒരു കുടുംബമായി. ഇപ്പോൾ കുഞ്ഞാലിയുടെ മക്കളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെട്ടോടെ ഓടിക്കൊണ്ടിരിക്കുക. ഇതാണ് കഥ. താങ്ക് യു. ശരിക്കും വളരെ സ്വാഭാവികമായിട്ടുള്ള തമാശകൾ നമുക്ക് ഒരു രസികൻ തമാശകളായിട്ട് തോന്നി. വളരെ ഗംഭീരമായിരുന്നു. അതെ, എനിക്ക് ആ പടക്കത്തിന് തീ കൊളുത്തുന്നത് പോലെ പ്രേമക്കത്ത് കൊടുക്കുന്നു എന്നത് ഇങ്ങനെ കൊടുത്തിട്ട് എനിക്ക് കൃത്യമായിട്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാഴ്ചകൾ. യെസ് എന്ന് പറഞ്ഞ ആരെങ്കിലും തന്നിട്ടുണ്ടോ എനിക്ക് എങ്ങനെ കത്ത്? അങ്ങനെയാണെങ്കിലും ഓക്കെ. അപ്പം അതെല്ലാം ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. ആ ജീപ്പ് യാത്രയും എല്ലാം. കുഞ്ഞാലിയൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് അറിയാവുന്ന ആൾക്കാരാണ്, ഈ ക്യാരക്ടേഴ്സ് ഒക്കെ അറിയാവുന്നതാണ്. വളരെ ഗംഭീരമായി ചേട്ടാ. താങ്ക് യു. ഓക്കെ ഏട്ടാ, ഒത്തിരി ഇഷ്ടമായി. വളരെ 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 മനോഹരമായി. എന്താ പറയുക, ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു എനിക്ക് ഷൂട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് വിഷാറിനെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു, ഏട്ടാ നാളത്തെ കാര്യങ്ങളൊന്ന് അറേഞ്ച് ചെയ്യുന്നു പറയണമെന്ന് ഞാൻ ഓർത്തതാ. പക്ഷെ അത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ നഷ്ടമായേനെ. ഇന്ന് ഈ ഒരു പെർഫോമൻസ് കാണാൻ പറ്റില്ലായിരുന്നു. ചേട്ടൻ്റെ കഥ നല്ലൊരു കഥയായിരുന്നു ചേട്ടാ. ഒരു കഥയിലൂടെ കൊണ്ടുപോയി ചേട്ടൻ ഇത്ര വയസ്സ് വരെ കൊണ്ടുപോയി കുഞ്ഞാലിനെ. പിന്നെ തമാശക്ക് വേണ്ടിയിട്ട് എങ്ങും ഏച്ചു കെട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ തമാശക്ക് ഇതിന് ആവശ്യമുള്ള തമാശയായിരുന്നു. ഓക്കെ ഏട്ടാ, എന്തായാലും അടിപൊളി. ഈ വായന ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഏത് ടൈപ്പ് ഓഫ് ബുക്കുകളാണ് കൂടുതൽ വായിക്കുന്നത്? യാത്രാവിവരണങ്ങൾ വായിക്കും, അതോടൊപ്പം തന്നെ നോവൽ സാഹിത്യത്തോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ കവിതകൾ വായിക്കും. കവിതകൾ ചെറുതായിട്ട് എഴുതും. ഈ മുല്ലപ്പെരിയാർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കവിത എഴുതി, പക്ഷെ അത് എങ്ങനെ എത്തിയിട്ടില്ല. പിന്നെ ഇപ്പൊ എത്തിക്കാലോ, പോട്ടെ. അത് ഗംഭീരാക്ക്. മുല്ലപ്പെരിയാറല്ലേ? സ്വച്ഛമായി ഒഴുകിന പുഴയെ ബന്ധിച്ചതിൻ കീഴിൽ ജലബോംബെന്നു പേർ വിളിച്ചുണ്ണാതുറങ്ങാതെ വിഹ്വലത വിഷാദമായി പടർന്നിരിക്കുന്നു. താൻ തീർത്ത കെണിയിൽ പെട്ടുകരയും ഏക ജന്തു ഈ ധരയിൽ ഞാൻ മാത്രം മനിതൻ. ഫൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0യുടെ ഈ വേദിയിൽ ചേട്ടന്റെ പെർഫോമൻസ് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. വീണ്ടും വരണം. താങ്ക് യു. And now we have Sunil Kottayambram from Kozhikode. സുനിൽ കോട്ടയംബ്രം കോഴിക്കോട് നിന്നാണ് വന്നിട്ടുള്ളത്. പെർഫോമൻസ് കാണാം. ഏവർക്കും നമസ്കാരം. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ ചില രസകരമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കിടാറുണ്ട്. അത് നമ്മുടെ തന്നെ അനുഭവങ്ങളായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട അനുഭവങ്ങളായിരിക്കും. അതൊക്കെ നമ്മൾ പറയാറ് നാട്ടുഭാഷയിലാണ്. അപ്പോഴാണ് അതിൻ്റെ ഒരു പഞ്ചുണ്ടാവുക. അപ്പം നമുക്ക് കോഴിക്കോടേക്ക് പോയാലോ? അവിടെ നിന്ന് അങ്ങ് വടകരക്ക് പോവാ. ടിങ് ടിങ്. ഈ ഒരു സംഭവം നടക്കുന്നത് എൻ്റെ വീട്ടിൻ്റെ ഒരു 12 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഉത്സവപ്പറമ്പിലാണ്. ഉത്സവപ്പറമ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഉത്സവപ്പറമ്പിൽ എന്താ നടന്നതെന്ന് പറഞ്ഞാൽ, അവിടെ ഈ ചെറിയൊരു കാവാണ്, ഈ തെയ്യെല്ലാം നടക്കുന്ന ഒരു കാവ്. പിന്നെ കുറച്ച് തെയ്യ പരിപാടിക്ക് ശേഷം കുറച്ച് കുട്ടികളുടെ പരിപാടി ഉണ്ടാവും. അതിന് ശേഷം എൻ്റെ ഒരു കുഞ്ഞു വൺ മെൻ ഷോ. അങ്ങനെ ഞാൻ അവിടെ ഉത്സവപ്പറമ്പിലെത്തി. അപ്പോൾ എന്നെ കണ്ടപ്പോൾ നമ്മുടെ ഉത്സവ കമ്മിറ്റിയുടെ മോഹനേട്ടൻ ഒരടുത്ത് വന്ന് അപ്പം എന്നോട് പറഞ്ഞു, അല്ല നമുക്ക് ഈ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു വീട്ടിലാണ് സെറ്റാക്കി, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആ മോഹട്ട നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ മോഹട്ടൻ്റെ കൂടി അവിടെ പോയി. ആ വീട്ടിൽ പോകുമ്പോൾ അവിടെ കുറച്ച് കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഡാൻസിൻ്റെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. കോനായിൽ ഒരു അമ്മമ്മ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അമ്മമ്മ ഈ മോഹനേട്ടനെ കണ്ടേരത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയാ, എല്ലടോ മോഹന, ഇഞ്ഞി പിന്നെ നമ്മളെ പുതിയ പോലെ മരിച്ചുപോയ മോഹനല്ലേ ഇഞ്ഞി? ഇപ്പം മോഹനേട്ടെ ഒന്ന് എന്നെ ഇങ്ങനെ നോക്കി, ഒന്ന് ഈ അമ്മമ്മേനെ നോക്കി.
എന്നിട്ട് കൊത്തുകൊണ്ട കോഴിനെ പോലെ ഇങ്ങനെ നിന്നിട്ട് പറയാ, അത് എൻ്റെ ഏട്ടൻ ദിവാകരനാണ് 2 മാസം മുമ്പേ മരിച്ചേ, അത് ഞാനല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മമ്മ പറയാ, ഞാൻ വിയറ്റിങ്ങാ മരിച്ചെന്ന്. ഇത് കേട്ടപ്പോൾ ഒറ്റപ്പോക്കാണ് മോഹട്ടെ ദേഷ്യം പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വേറെ ആളെ ഇങ്ങോട്ടേക്കാം, പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണമെല്ലാം ഇങ്ങനെ കഴിച്ച്. അപ്പം അമ്മമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണമെല്ലാം കഴിച്ച് ഞാനിങ്ങനെ ഇറങ്ങാൻ നോക്കുമ്പോൾ ഈ അമ്മമ്മേനോട് ചോദിച്ചു, നിങ്ങൾ അമ്പലത്തിലേക്ക് വരുന്നില്ലേ, പരിപാടി കാണുമെന്നും വരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഈ അമ്മമ്മ പറയാ, എൻ്റെ കുഞ്ഞുമോനെ എങ്ങനെയാ വരുവാടോ, മേലും കയ്യെല്ലാം ഭയങ്കര വേദനയാന്നേ കുഞ്ഞുമോനെ, അനക്കുവനാവുന്നില്ല, കയ്യൊന്നും എനക്ക് അനക്കുവനാവില്ല, കയ്യെല്ലാം ഉണ്ടല്ലേ ഇതാ ഇത്തിരിയെ പൊന്തു, ഇത്തിരിന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം പൊന്തുമല്ല. മുമ്പെല്ലാം ഞാനുണ്ടല്ലോ ഇങ്ങനെ പൊന്തിക്കുന്നല്ലേ, ഇപ്പം പൊന്തുന്നില്ല. പിന്നെ കണ്ണിൻ്റെ കാര്യം ഒന്നും കാണുമല്ലേടോ, ഞാൻ ഈ അമ്പലത്തിൻ്റെ അങ്ങനെ ഒരു നീല ലൈറ്റ് കാണുന്നുണ്ടാ. അപ്പം ഞാനിങ്ങനെ സൂക്ഷിച്ചു നോക്കി. ഞാൻ ഇപ്പം കണ്ടു. എന്നാ ഇനി അറിയോ, ഞാനത് കാണുന്നില്ല. അപ്പം ഞാനിങ്ങനെ തളര് കേട്ടിട്ട് ഇങ്ങനെ നോക്കുവാണ്. പിന്നെ വേറെ നോക്കണം, എനിക്ക് ഒന്നും കേൾക്കുമല്ലേ കുഞ്ഞുമോനെ, ചെവി ആര് പറയുന്ന ഒന്നും എനിക്ക് കേൾക്കുമല്ല. അപ്പം ഞാൻ പറഞ്ഞു, ചെവിയും കേൾക്കൂല്ലേ? ഇല്ലാന്ന് ഇനിയിപ്പം പറഞ്ഞില്ലേ ചെവി കേൾക്കുമല്ലേ, ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ അമ്മമ്മൻ്റെ ഇരുന്നത് മെല്ലെ അമ്മമ്മൻ്റെ തള്ളം കേട്ടിട്ട് മെല്ലെ അവിടെ നിന്ന് മെല്ലെ ഒഴിവായി നേരെ സ്റ്റേജിൻ്റെ പിന്നിലെത്തി. അപ്പോൾ അവിടെ നിന്നിരുന്ന കുറേ കുഞ്ഞുങ്ങളിങ്ങനെ ചുറ്റും കൂടി നിന്നിട്ട്, എല്ലാം നിങ്ങളേത് കൂറ്റാ എടുക്കുന്നത്, മോഹൻലാലിൻ്റെ കുറ്റെടുക്കുമോ മമ്മൂട്ടിയുടെ കുറ്റെടുക്കുമോ എന്നാണ് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഡാൻസ് പരിപാടി അനൗൺസ് ചെയ്യുന്ന ആടെയുള്ള ഒരു മുദ്രാവാക്യം വിളിക്കുന്ന ഒരു പ്രകാശേട്ടൻ ഭയങ്കര അനൗൺസ് ചെയ്യേണ്ട ഭയങ്കര ആവേശത്തിലാണ്. നിർത്തിയ നൃത്തങ്ങൾ ഇതാ തുടരുന്നു, അടുത്തത് ജുംബലക്ക. ഇത് കേട്ടിട്ട് ഓഡിയൻസ് ഒരു ചങ്ങായി ചോദിക്കുക, നിർത്തിയ നൃത്തം എന്തിനാ തുടരുന്ന്? അത് കേട്ടിട്ട് നല്ല ദിവാകരേട്ടന് മനസ്സിലായി പോയി കേട്ടാ. ദിവാകരേട്ടൻ അപ്പൊ തന്നെ മാറ്റി, നൃത്തങ്ങൾ തുടരുന്നു, അടുത്തത് ജുംബലക്ക. ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊടിയായിട്ട് ഇങ്ങനെ നടത്തുന്നുണ്ട്. ഭയങ്കരം പാട്ടുകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അവിടെ കുറച്ച് കുഞ്ഞുങ്ങൾ എന്നെ ബട്ടൻ ചൂടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ അടുത്ത് തന്നെ ഉണ്ട്. അതിലൊരു പീച്ചാത്തിപ്പിടി പോലത്തെ ഒരു ചെക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതാ ഒരു ബിസ്ക്കറ്റ് ഇതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഭയങ്കര നമ്മളോടുള്ള ആരാധന കൊണ്ടാന്ന് വിചാരിച്ചു. അപ്പാട് ഞാൻ ബിസ്ക്കറ്റ് വാങ്ങി ഇങ്ങനെ തിന്നുന്ന അപ്പാടുണ്ടല്ലോ, ഒരു ഷാജി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്, എൻ്റെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് മൂപ്പർ. അത്യാവശ്യം മിമിക്രി എല്ലാം കളിക്കും. മൂപ്പർ ഓടി വന്നിട്ട് എന്നോട് ചോദിച്ചു, എല്ലാം ഇങ്ങനെ ബിസ്ക്കറ്റ് തിന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാ അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് തന്നല്ലേ അത് തിന്നെന്ന് പറഞ്ഞു. അയ്യയ്യേ ഷോ, ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം എന്ന് ചോദിച്ചു. ആ ചെക്കൻ വല്ലാത്ത ചെക്കനാ. ഈ ബിസ്ക്കറ്റ് എന്ന സംഭവം എന്നറിയ നിങ്ങൾ, ഈ ബിസ്ക്കറ്റ് ഇവൻ എന്ത് ചെയ്യൂന്ന് പറഞ്ഞാൽ അതിമല്ല ക്രീമല്ലോ നക്കി അങ്ങ് തിന്നിട്ട് ബാക്കിയുള്ള ആർക്കെങ്കിലും കൊടുക്കും, അങ്ങനെ തന്നെ അങ്ങോട്ട് എന്ന് പറയും. അപ്പം ഞാൻ തൊണ്ട ഒന്ന് റെഡിയാക്കുകയെല്ലാം ചെയ്തു. ഡാൻസ് എൻ്റെ 2 ബാക്കിയുള്ളൂ. ഷാജി എന്നോട് ചോദിച്ചു, അല്ല ഒരു 5 മിനിറ്റ് മിമിക്രി ഞാനും കളിച്ചോട്ടെ. ഷാജി മിമിക്രി കളിക്കൂ എന്ന് പറഞ്ഞാൽ ഈ മത്സര ഇനത്തിലെല്ലാം പങ്കെടുക്കുന്ന കുറച്ച് ഐറ്റംസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മൂപ്പർ അവതരിപ്പിക്കൂ. ഞാൻ പറഞ്ഞ് അവതരിപ്പിച്ചോന്നാൽ സംഘാടകരോടൊന്ന് ചോദിച്ചേക്കുന്നത്. അങ്ങനെ സംഘാടകരോട് ചോദിച്ചാൽ പറഞ്ഞു, ഷാജി എന്ന് പറയുമ്പോൾ ഒരു രസികനാ, ഒരു ലുങ്കിയെല്ലാം എടുത്തിട്ടാണ് വന്ന് മുറുക്കിയിട്ടുണ്ട്. അപ്പോൾ സംഘാടകരും പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ. അപ്പം അതിൽ ഒരു പൂച്ച കുത്തിക്കടിക്കുന്ന ഒരു ശബ്ദം മൂപ്പർ അനുകരിച്ച്, പൂച്ച തമ്മിലടിക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇതിങ്ങ് അനുകരിക്കുന്നു. ഒരു നായി ഓടിയിട്ട് സ്റ്റേജിന്റെ മുമ്പിൽ അങ്ങ് വന്നിട്ട് നായി ഈ ഷാജീനെ നോക്കിയിട്ട് ഇങ്ങനെ ഇളിച്ചു കാട്ടുക. അപ്പൊ ഷാജി ഉണ്ടല്ല, പിന്നെ നായി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കലാണ് നായി. ഇത് കണ്ടിട്ട് ആളുകൾക്കെല്ലാം ഭയങ്കര കൗതുകമായി. എല്ലാവരും ഇങ്ങനെ എണീച്ചു നിന്ന് കൈയടിക്കുവാണ്. ഇപ്പം സ്റ്റേജിന്റെ കർട്ടൻ വലിക്കുന്ന ചങ്ങായിണ്ട് പ്രമോദിനോട് ഷാജി ഇങ്ങനെ പറയുന്നുണ്ട്, കട്ടൻ താത്ത്. അപ്പം പ്രമോദാണെങ്കിൽ നായിന ഇങ്ങനെ നോക്കുന്നത്, എല്ലാവരും നായിനെ നോക്കുന്നതാണ്. ഞാനാണെങ്കിൽ സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ബാക്ക് കർട്ടൻ ഇങ്ങനെ നീക്കിയിട്ട് ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഷാജി അങ്ങുങ്ങെല്ലാം നോക്കുന്നുണ്ട്. അവസാനം എന്നെ നോക്കിയിട്ട് പറയാം, നോക്കുന്നു സുനിയേട്ടാ, ഞാനൊന്നും അറിയില്ല കേട്ടോ, ഇത് നായിനെ ഞാനൊന്നും ആക്കിയില്ല, ഇതെന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നോട്, ഞാനൊന്നും അറിയില്ല. അവസാനം കർട്ടനും താത്തുന്നില്ല. ആകെ ബേജാറായി ഷാജി. അവസാനം മൂപ്പറെ സ്ഥിരം നമ്പർ ഇറക്കി, നന്ദി നമസ്കാരം. അങ്ങനെ അന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഒരു 2 ദിവസം കഴിഞ്ഞു. ഇവിടെ എന്താണെന്ന് ഈ സംഭവം എന്ന് അറിയണമല്ലോ. അപ്പം ഞാൻ ഷാജിനെ വിളിച്ചു നോക്കി. എന്താ ഷാജി ഈ നായി വന്നിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുവാൻ കാരണം? അപ്പം ഷാജി പറയാ, ഈ അമ്പലത്തിന്റെ 100 മീറ്റർ അപ്പുറം ഒരു ഹോട്ടലും അതുപോലെ തന്നെ ഒരു സ്റ്റേഷനറി പീടിയയും ബേക്കറിയെല്ലാം ഉണ്ട്, ഒരു കവലയിൽ. ആടെ ഒരു നായും
ഒരു പൂച്ച. ഇത് സ്ഥിരമായിട്ടൊരു മീൻ വിൽക്കുന്ന വിനോദട്ടെ അതിലെ പോകും. അപ്പോൾ ഇവർ പൂച്ചയും നായും കൂടി എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ വിനോദേട്ടനെയും കാത്തു നിൽക്കും. അപ്പോൾ വിനോദേട്ടൻ എന്തെങ്കിലും മത്സ്യം ഇട്ട് കൊടുക്കും. ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പരിപാടി നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പേ ഇങ്ങനെ വിനോദേട്ടൻ പോകുമ്പോൾ ഇവരെ തൈലികളിൽ ഒരു അയില കുട്ടീനെ ഇട്ട് കൊടുത്തു. അയില കുട്ടീനെ ഇട്ടുകൊടുത്ത ആ സമയത്ത് ഈ പൂച്ച ഉണ്ടല്ലോ മെല്ലെ അയിമ കയ്യാടെ വെച്ച്. അപ്പോൾ നായി മെല്ലെ അടുത്ത് വന്ന് മെല്ലെ ഈ അയലക്കുട്ടീനെ ലക്ഷ്യം വെച്ചിട്ട് താഴോട്ട് മോന്ത ഇങ്ങനെ താത്തുന്ന. അപ്പം പൂച്ച നായിനെ നോക്കിയിട്ട് പോന്നാണ് നമ്മൾ കേൾക്കുക. പക്ഷെ ഇത് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ കരയാണ്. അപ്പം നായി പിന്നെ മോന്ത ഇങ്ങനെ താത്തിക്കൊണ്ടിരുമ്പോൾ പൂച്ച ഉണ്ടല്ല ഒരു മാന്തും ഈ അയിലേനം കടിച്ചിട്ട് ഒരൊറ്റ ഓട്ടാണ്. എല്ലാ നായും ഓടി. ഒരു വളവെല്ലാം കഴിഞ്ഞാൽ പിന്നെ പൂച്ചേനെ കണ്ടിട്ടില്ല. ഇതാണ് സംഭവം. ഈ പൂച്ചേനെ അന്വേഷിച്ച് നടക്കുവാണ് ഈ നായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ പരിപാടി ഈ ക്ഷേത്രത്തിൽ വരുന്നത്. ഈ സ്റ്റേജും വന്ന് പൂച്ചേനെ അനുകരിക്കുമ്പോൾ ആ പൂച്ചയാന്ന് വിചാരിച്ചിട്ടാണ് ഈ നായി ഓടി സ്റ്റേജിൻ്റെ മുമ്പിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കയ്യിലും. പിന്നെ ഷാജി നിറഞ്ഞു പൂച്ച് ഒരൊച്ച. ഫോണ് കട്ടായി. അപ്പം ഞാൻ ഷാജിനോട് ചോദിച്ചു എന്നാ പറ്റി? അപ്പം ഷാജി പറയാ അതൊന്നും പറയണ്ടേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ പൂച്ചായിട്ടാ നല്ലയാണെന്നല്ല കേട്ടോ. അതാന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഒരു പൂച്ചയുണ്ട്. മൂപ്പർ നല്ലോണം ഫുഡ് മേടിച്ച് നല്ല മലന്ന് കിടന്ന് ഉറങ്ങുകയും ചെയ്തിട്ട് മൂപ്പർ മെല്ലെ വരൂ എൻ്റെ ഓട്ടോറിക്ഷൻ്റെ അടുത്ത്. എൻ്റെ സൈലൻസർ ഒന്ന് നല്ലോണം ചെക്ക് ചെയ്യെല്ലാം ചെയ്ത് ഈ ചെക്ക് ചെയ്യുന്ന കണ്ടാൽ വിചാരിക്കും ഇതിൻ്റെ RC ഓണർ ഈ പൂച്ചയാണ്. ചെക്ക് ചെയ്യെല്ലാം ചെയ്ത് എന്നിട്ട് മൂപ്പർ എന്ത് ചെയ്യുന്ന അറിയാം, നല്ലോണം ഒരു സ്പ്രേ അങ്ങ് അടിക്കും. ഇങ്ങനെ സ്പ്രേ അടിച്ചിട്ട് അങ്ങ് പോകും. അതൊന്നും സാരമില്ല, അതെല്ലാം സീരിയലിലെ സംഭവമല്ലേ. പക്ഷേ ഒരാഴ്ച മുമ്പേ ഈ പൂച്ച എൻ്റെ ഓട്ടോറിക്ഷൻ്റെ സീറ്റ് കയറിയിട്ട് അതിൻ്റെ നഖം കുറിപ്പിക്കുന്നു. ഇത് കണ്ടേരെ ഞാനൊരു മട്ടലും എടുത്തിട്ട് ഇതിൻ്റെ വയ്യന്നെ ഓടിയതാണ്. അതുകൊണ്ട് നായി നമ്മൾ കുറ്റം പറയൊന്നും വേണ്ട. ഞാനാണെങ്കിൽ അന്ന് സ്റ്റേജ് വലിച്ചെളിയുന്നു. ഈ ഇങ്ങനത്തെ പൂച്ച ഉണ്ടെങ്കിലോ എനിക്ക് അന്ന് 500 റുപ്യ നഷ്ടമായി. ഒരു മാന്തിന് 500 റുപ്യ നഷ്ടമായി. മാസത്തിൽ ഒരു 5-6 മാന്ത് ഈ സീറ്റ് മല്ല് വന്നാൽ എത്ര പൈസ എനിക്ക് നഷ്ടമാവുക? ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സംഭവിച്ച കഥയാണ്, എൻ്റെ അനുഭവത്തിലുള്ള കഥയാണ്. സുനിലേട്ടൻ നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു രമേശേട്ടാ. സുനിൽഭായി ഗംഭീരമായിട്ടുള്ള കുറെ കഥകൾ ഇവിടെ പറഞ്ഞു. എനിക്ക് തോന്നിയൊരു കാര്യം, ഒരു അല്പം കൂടെ ടെമ്പോ വേണമെങ്കിൽ ആവാമായിരുന്നു എന്ന് തോന്നി. നമ്മൾ അതിന്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ ചില കാര്യങ്ങൾ വീണ്ടും അറിയാണ്ട് ഡീറ്റെയിൽ ചെയ്യാൻ പറഞ്ഞപ്പം എന്നോട് ഉത്സവപ്പറമ്പിലോട്ട് നീ വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി എന്ന് പറയുന്ന 4 വരികളെ വേണമെങ്കിൽ ഇപ്പോൾ പുള്ളി വന്ന് വിളിച്ചു, ഞാൻ പുള്ളിയുടെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ ഇത് 2 വരി തീരും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ് ചില സാധനങ്ങളുടെ ഡീറ്റെയിലിംഗ്. താങ്ക് യു സുല്ലേ, നന്നായിരുന്നു കേട്ടോ. കാരണം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ബൈഹാർട്ടായിട്ട് ഒരു അങ്ങനെ മുക്കലോ മുള്ളൊന്നും ഇല്ലാതെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഷാജി പറഞ്ഞ പോലെ ഒരിച്ചിരി ഹ്യൂമർ, അതിൻ്റെ ഉള്ളിലുള്ള ഹ്യൂമറുകളൊക്കെ കൊണ്ടുവന്നായിരുന്നു. പിന്നെ അതിനിടക്ക് ഈ പൂച്ചയുടെയും പട്ടിയുടെയും കൂടി ഒരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യാൻ ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ട് സംഭവം. ഞാൻ കണ്ടിട്ടുണ്ട് കോട്ടയം നസീർക്ക് പട്ടി വരയ്ക്കുമ്പം വലിയ ആൾക്കാരുള്ളടത്ത് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ പട്ടി വന്നിട്ട് ഈ പുള്ളി ആ പട്ടിയും കൂടെ മറ്റേ വല്ല ഗാന്ധാരം എന്നൊക്കെ പറഞ്ഞ് ഇട്ട് കൊടുക്കുന്ന പോലെ നസീർക്ക് കുരയ്ക്കും പട്ടി വരയ്ക്കും. പട്ടി ഇങ്ങനെ കുരയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് സൗണ്ട് തമ്മിൽ. അത്ര ഗംഭീരമായിട്ടാണ് അവർ ചില ശബ്ദങ്ങൾ കേൾപ്പിക്കുന്നത്. റിയാക്ട് അത് പട്ടിയുടെ ശബ്ദം അനുകരിച്ചാലും വേറെ പട്ടികൾ ഓടിക്കൂടും. അപ്പൊ എന്തായാലും നന്നായിരുന്നു കേട്ടോ സുനിലെ, അത്യാവശ്യം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ സുനിലേട്ടൻ, നമുക്ക് ഈ പെർഫോമൻസ് വൈൻഡപ്പ് ചെയ്യുന്ന മുൻപായിട്ട് വേറെ എന്തെങ്കിലും കുറിച്ചൊരു നമ്പർ നമുക്ക് വേണ്ടി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു മിമിക്രിക്കാരൻ ഉറങ്ങി കിടക്കുന്നുണ്ട്, അയാളെ ഇറക്കി വിട്. നമുക്ക് ഒരു ടീസർ അനുകരിക്കാം. ചില ടീസർ വമ്പൻ ക്ലിക്കായിരിക്കും. നമ്മൾക്ക് ഖബാലി, രജനീകാന്തിന്റെ ഖബാലി, അതിന്റെ ടീസറാണ്. ഓക്കെ. ஆமா நீ கிட்ட கேங்ஸ்டர் யாரா அந்த கபாலி வர சொல்றாவனே. தமிழ் படங்கள்லாம் மறு வச்சுக்கிட்டு மீசை முருகல லுங்கி கத்திக்கிட்டு நம்பியா கபாலி அப்படின்னு சொன்ன உடனே குனிஞ்சு சொல்லுங்க ஏதமா அப்படி வந்துட்டு பாரு. அந்த மாதிரி கபாலி இருந்துச்சியாடா, கபாலிடா. எடுப்புடா எடுக்குடா
മകിഴ്ചി. സൂപ്പർ, അടിപൊളി. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. കലയുടെ ലോകത്ത് സ്വന്തമായ കയ്യൊപ്പ് ചാർത്തിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് സംഭാവന ചെയ്ത കലാകാരന്മാരെ ആദരിക്കുന്ന വൺസ് അപ്പോൺ എ ടൈം വേർഷൻ 2.0 അടുത്ത സെഗ്മെന്റ് എക്സലൻസ് അവാർഡ്. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് സ്റ്റാൻഡപ്പ് കോമഡി രംഗത്ത് തന്നെ മികവ് തെളിയിച്ച, അല്ലെങ്കിൽ അതിൽ തന്നെ പ്രഗത്ഭനായ, ഒരുപാട് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ചെയ്ത് ഒരുപാട് ഷോസ് ചെയ്തു വരുന്ന കലാകാരൻ. ലെറ്റ്സ് വെൽക്കം ശ്രീ സജീഷ് കുട്ടനല്ലൂർ. സജീഷ് നമ്മളെയൊക്കെ പോലെ അങ്ങനെ മിമിക്രിയിൽ നിന്ന് വന്നല്ല അതിങ്ങനെ അനുകരിച്ച് വരുന്ന ഒരാളല്ല. സജീഷ് തന്നെത്താനെ ഒരു സ്റ്റാൻഡപ്പിന്റെ വഴികളിൽ അത്തരത്തിലുള്ള തമാശകൾ ചെയ്യുന്ന, പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അതൊരു വളരെ ഒറ്റപ്പെട്ട വഴിയാണ്. അതാണ് പ്രശ്നം. നമുക്ക് എപ്പോഴും ആൾക്കൂട്ടമുള്ള വഴിയിൽ നമുക്കൊന്ന് ടയർ പഞ്ചറായ വേറൊരു വണ്ടി കൈ കാണിക്കാൻ വരാത്ത വഴിയാണ് സജീഷ് ഈ മേഖലയിലേക്ക് വരും. ഇപ്പൊ കുറെ ആളുകൾ നമ്മുടെ പരിപാടിയിലൂടെയും അല്ലാതെയൊക്കെ വരുന്നുണ്ടെങ്കിലും സജീഷ് വളരെ ഒറ്റയാനായി യാത്ര ചെയ്തിട്ടുള്ള ഒരു മേഖലയാണത്. എന്തൊക്കെയുണ്ട് സജീഷ് വിശേഷങ്ങൾ? വളരെ സന്തോഷം. ഈ വൺസ് അപ്പോൺ എ ടൈം പോലുള്ള ഈ ഒരു പരിപാടിയിലുള്ള കുറേ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതൊരു വളരെ പോസിറ്റീവാണ്. സജീഷ് എന്തോ കുട്ടനല്ലൂർക്കാരൻ എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ഓരോ പരിപാടികൾ ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ കാണാറുണ്ട്. ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്താണ് സജീഷ്? പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ ഈ കോവിഡിന്റെ ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഒരു പബ്ലിക്കിന് മുന്നിൽ ഒരു ഷോ ചെയ്തു. ചെന്നൈയിലായിരുന്നു. ഒരു 300 പേരുടെ മുമ്പിലാണ് പ്രോഗ്രാം ചെയ്തത്. അത് വലിയ വിജയമായി. ഷാജി ചേട്ടനായിട്ട് വളരെ മുമ്പൊരു ബന്ധമുണ്ട്. കാരണം ആൾക്കറിയില്ല, ആളെന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് പണ്ട് കുറെ കാലം മുമ്പ്. അത് തിരിച്ചു ചെയ്യണം സജീഷ്. അത് അങ്ങനെ ഒരാള് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ അതും കൊണ്ടുകൊണ്ട് പോകേണ്ട കാര്യം എന്താ ഇരിക്കുന്നത്? അല്ല ഷാജി അല്ല, ചെയ്യരുതായിരുന്നു. അതൊക്കെ വളരെ മോശമാണ്. നീ അവനെ നല്ല വാക്കാന്ന് എനിക്കറിയാം. അപ്പോ വീടിനടുത്തൊരു പ്രോഗ്രാമാണ്. അപ്പൊ അവിടെ അന്ന് നിങ്ങളുടെ പ്രോഗ്രാം അവിടെ ഉണ്ട്. അതിന് മുന്നോടിയായിട്ട് എന്റെ പരിപാടി ഉണ്ടായിരുന്നു. ആണല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു 1000 പേരെങ്കിലും ഉണ്ടാവും. വലിയ ക്ലബിന്റെ പരിപാടിയാണ്. അപ്പൊ ആദ്യം നിങ്ങളുടെ പരിപാടിക്ക് മുമ്പ് ഞാനാണ് വന്നത്. ഞാനൊരു 15 മിനിറ്റ് പ്രോഗ്രാം ചെയ്തു. 15 മിനിറ്റും കൂവലായിരുന്നു. ഞാനത് നിരാശനായിട്ട് ഒരു കരഞ്ഞില്ല എന്നുള്ളൂ. വളരെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഷാജി ബ്രോ എൻ്റെ അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കുറെ ഇതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ഇതിലും വലുതൊക്കെ അനുഭവിച്ച ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഹൈവേയിലൂടെയാണ് 2 കിലോമീറ്റർ നടന്ന് വീട്ടിലേക്ക് പോയത്. അപ്പോൾ എനിക്കുള്ളൊരു പ്രചോദനം താങ്കളുടെ ആ വാക്കുകളായിരുന്നു. ഞാനൊരു പരിപാടി സ്ഥലത്ത് ചെന്നിട്ട് ആദ്യം നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ തന്നെ മൂലയ്ക്കുന്നൊരു 5-6 പേര് എനിക്ക് ഇന്നിവിടെ ഇവർ എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ 6 എന്നുള്ളത് 10 20 ആ ഓഡിറ്റോറിയത്തിന്റെ പകുതിയോളം ആൾക്കാർ അവർ ചില സ്ഥലത്ത് മിണ്ടാരി കാണണമെന്ന് പറയും. ചില സ്ഥലത്ത് ആളുകൾ തമ്മിലൊരു ഐക്യം. അവർക്ക് ഇതിനേക്കാളും നല്ല എന്റർടൈൻമെന്റ് കിട്ടുന്നത് ഈ ആവേപ്പിനകത്താ. ഞാൻ കുറച്ചു നേരം നിർത്തി വേറെ വഴിക്കൊക്കെ യാത്ര ചെയ്ത് സ്പീഡിൽ സംസാരിച്ചിട്ട് ഞാൻ കടകടകടകടകടാന്ന് സംസാരിക്കുന്നതായിട്ടുണ്ട്. അതിനകത്ത് ആദ്യമായിട്ട് പറയാൻ പറ്റിയില്ല ഇവന്മാർക്ക്. ഞാനൊരു 2-3 മിനിറ്റ് നിർത്താതെ പരപരപരപരാന്ന് പറഞ്ഞ് അത് കയ്യടിയാക്കി മാറ്റി. ആ കയ്യടിക്ക് ശേഷം ഞാൻ അവരോട് ഈ പ്രശ്നം സംസാരിച്ച് പോന്നു എന്നുള്ളതാണ്. പക്ഷെ ഇത് അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അരമണിക്കൂർ പരിപാടിയായിട്ട് പോയവൻ 5 മിനിറ്റ് കഴിഞ്ഞാൽ പരിപാടി നിർത്തി നന്ദി നമസ്കാരം കഴിഞ്ഞ് പോരാൻ മാത്രമേ പറ്റുള്ളൂ. വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിടിച്ചു നിൽക്കണം നമ്മള്. സജീഷിന് എന്തെങ്കിലും ഒരു ചെറിയ പെർഫോമൻസ് ഞങ്ങൾക്ക് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളിയുടെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇതുവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിലൊക്കെ കോമഡി എക്സ്ട്രാ ആഡ് ചെയ്യും. അത് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ അതിലേക്ക് കോമഡി ആഡ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കോമഡി അല്ല ആഡ് ചെയ്യുന്നത്, വേറെ ചില കാര്യങ്ങളാണ്. ചില മുട്ടൻ ചില വാക്കുകളാണ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ തെറിയുടെ ഒരു അതിപ്രസരം ഉണ്ടെന്നൊരു വിമർശനം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചു. എൻ്റെ തൃശ്ശൂരുള്ള ഒരു സുഹൃത്തുണ്ട്, അവിടെ ഒരു ബുദ്ധിജീവിയാണ്. ഞാൻ ആളോട് ചോദിച്ചു, ഈ തെറി എന്ന് പറഞ്ഞ വാക്ക് അതിനെ ഒന്ന് വിശദീകരിക്കാമോ? തെറിയല്ലേ? തെറി ഞാൻ പറയാം. തെറി എന്ന് പറഞ്ഞാൽ അത്യധികം ക്രോധം വരുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്നവനെ വധിക്കാൻ കഴിയാത്ത നിസ്സഹായതയിൽ ഉള്ളിൽ നിന്നും അഗ്നിരൂപേണെ പുറത്തേക്ക് വരുന്ന ഹിംസാത്മക വാക്കുകളുടെ പ്രവാഹത്തെ അപരന്റെ കുടുംബാംഗങ്ങളുടെ നാമധേയത്തിൽ അവരുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ ഗുപ്തവും ഗോപ്യവുമായി മറച്ചു വെച്ചിരിക്കുന്ന അവയവങ്ങളുടെ നാമധേയത്തിൽ അഭിസംബോധന ചെയ്യുന്ന മഹാപോക്രിത്തരത്തെയാണ് തെറി എന്ന് പറയുന്നത് എന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത്. മലയാളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് മലയാളി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. 1969 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിലേക്ക് പോയി. ചന്ദ്രനിലെത്തിയിട്ട് കാലുകുത്തി ഇറങ്ങിയിട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ഒരു ഓല മേഞ്ഞ ചായക്കടയാണ്. ഒരു പഴക്കുല തൂങ്ങിയാടുന്നു, ആവി പറക്കുന്ന പുട്ടുണ്ട്, ഒരു വെള്ള ബനിയനൊക്കെ ഇട്ടൊരു ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് മലയാളിയെ ചന്ദ്രേട്ടൻ ഇങ്ങനെ ചായ അടിക്കണം. നീൽ ആംസ്ട്രോങ് ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. ഇത് പഴയൊരു കഥയാണ്. അപ്പൊ ഇതിന്റെ ഒരു തുടർക്കഥയുണ്ട്. ഈ 2 മാസം മുമ്പ് നീൽ ആംസ്ട്രോങ്ങിന്റെ കൊച്ചുമകൻ ജൂനിയർ ആംസ്ട്രോങ് അദ്ദേഹം നേരെ വെച്ച് പിടിച്ചു ചന്ദ്രനിലേക്ക്. ചന്ദ്രനിലെത്തി
കാലുകുത്തി ഇറങ്ങി ആ ഹെൽമെറ്റൊക്കെ എടുത്ത് മാറ്റി അവിടെ ഭദ്രാക്കി വെച്ചിട്ട് കണ്ണു തുറന്നു. അപ്പൊ കണ്ടത് ഒരു ഹൈടെക് റെസ്റ്റോറന്റ് ആണ് കാണപ്പെട്ടത്. അതിന്റെ സൈഡിൽ ഇവിടെയായിട്ട് ഒരു എന്താ പറയാ, ഒരു പല്ലില് പാൻബ്രാക്കിന്റെ കറിയൊക്കെ ആയിട്ട് ഒരു വരയൻ ബനിയനൊക്കെ ആയിട്ട് ഒരു ബംഗാളിൽ നിന്ന് ഇങ്ങനെ ചായ അടിക്കാൻ ബംഗാളിയോട് ചോദിച്ചു, മിസ്റ്റർ ഇത് ആരുടെ ചായക്കടയാണ്? ഇത് മലയാളിയായ ചന്ദ്രേട്ടന്റെ ചായക്കടയാണ്, മിസ്റ്റർ ചന്ദ്രനെ ഒന്ന് മീറ്റ് ചെയ്യണം. അത് പറ്റില്ല. അതെന്താ? ചന്ദ്രേട്ടൻ ചൊവ്വയിൽ ഓരോ ചായക്കട തുടങ്ങാൻ പോയിരിക്കുകയാണ്. ചന്ദ്രേട്ടൻ ചൊവ്വ എന്ന് പറഞ്ഞ ഗ്രഹത്തിൽ ഒരു ചായക്കട തുടങ്ങുക എന്നുള്ള സതുദ്ദേശവുമായി അദ്ദേഹത്തിന്റെ പ്രയാണം ഇങ്ങനെ തുടരുകയാണ്. അദ്ദേഹത്തിനത് പറ്റും. അദ്ദേഹം നമ്മളെപ്പോലെ ഒരു മലയാളിയാണ്. മലയാളി ഇല്ലാത്ത സ്ഥലമില്ല. അമേരിക്കയിലും അരൂക്കുറ്റിയിലും അന്റാർട്ടിക്കയിലും എവിടെ പോയാലും മലയാളി ഉണ്ട്. നമ്മൾ അമേരിക്കൻ ജംഗ്ഷനിൽ പോയിട്ട് ഇങ്ങനെ ഇറങ്ങി. അമേരിക്ക പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. അവസരം വരട്ടെ. അപ്പോൾ അമേരിക്കയിൽ പോയി നമ്മൾ ഇറങ്ങുമ്പോൾ മനോഹരമായ വൈറ്റ് ഹൗസ് നമ്മൾ കാണുന്നു. വൈറ്റ് ഹൗസിന്റെ അപ്പോൾ മലയാളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും അവസരം ഒപ്പിക്കുക എന്നുള്ളതാണ്. ഒപ്പിക്കാൻ മിടുക്കന്മാരാണ്. അങ്ങനെ നമ്മൾ വൈറ്റ് ഹൗസിനകത്തേക്ക് കയറേണ്ട അവസരം ഒപ്പിച്ചു. മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് വൈറ്റ് ഹൗസിന്റെ വൈറ്റ് ചുമരൊക്കെ കണ്ട് നമ്മളിങ്ങനെ വരുമ്പോൾ കാണുകയാണ് വൈറ്റ് ഹൗസിന്റെ മനോഹരമായ വൈറ്റ് ചുമരിൽ വൈറ്റ് സിമെന്റ് പൂശി നിൽക്കുന്ന ഒരു മലയാളിയെ കാണാം. ജോ ബൈഡേട്ടനെ കാണാൻ വന്നതാ. ജോ ബൈഡേട്ടൻ മുടക്കേട്ടാ എന്താ വന്നേ എന്ന് ചോദിക്കും. അപ്പൊ അതാണ് മലയാളി. മലയാളിയുടെ മറ്റൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മക്കൾ ട്രെൻഡാണ്. തമിഴിലൊക്കെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളാണ്. നമ്മുടെ നാട്ടില് നമ്മുടെ മക്കളാണ്, സ്വന്തം മക്കളാണ്. അതാണ് എൻ്റെ ഒരു പരിപാടി. അപ്പോ ഞാനൊരു നടനാണെങ്കിൽ എൻ്റെ മകൻ നടനാണ്, ഞാൻ രാഷ്ട്രീയ നേതാവാണെങ്കിൽ മകൻ രാഷ്ട്രീയ നേതാവാണ്. അതാണ് ഒരു ട്രെൻഡ്. അപ്പൊ അങ്ങനെ രാഷ്ട്രീയ രംഗത്തെ വളരെ കുലപതിയായിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹത്തിന്റെ മകനെ രാഷ്ട്രീയത്തിലെ 19ാമത്തെ അടവ് പഠിപ്പിക്കുകയാണ്. 18 അടവും പഠിപ്പിച്ച് കഴിഞ്ഞു. പെർഫെക്റ്റ് ഓക്കെയാണ്. ഒരു പറമ്പിലാണ് ഒരു മാവൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് അച്ഛൻ മകനെ വിളിച്ചു, മോനെ നീ ഒരു കാര്യം ചെയ്യ്, ഈ മരത്തിന്റെ മുകളിലേക്ക് കയറും. അച്ഛൻ്റെ വാക്ക് കേട്ട് മകൻ മരത്തിന്റെ മുകളിൽ ഒരു വിധത്തിൽ കയറി ഇങ്ങനെ. ഇനി ഒരു കാര്യം ചെയ്യൂ, കണ്ണടച്ചുകൊണ്ട് ആ പിടി അങ്ങ് വിട്ടേക്ക്. പേടിക്കണ്ട അച്ഛനല്ലേ ഇവിടെ, അച്ഛൻ ചാടി പിടിക്കാം കേട്ടോ. റെഡി 1 2 3. അച്ഛൻ്റെ വാക്ക് കേട്ട് മകൻ ചാടി. മോനെ ഇതാണ് രാഷ്ട്രീയത്തിലെ 19ാമത്തെ അടവ്. രാഷ്ട്രീയത്തിൽ സ്വന്തം തന്തയുടെ വാക്ക് പോലും മേലിൽ വിശ്വസിക്കരുത് കേട്ടോ. സജീഷ്, ഞാൻ പറഞ്ഞില്ല, ഒറ്റപ്പെട്ട വഴികളിൽ തന്നെ ചെയ്യുന്ന പ്രോഗ്രാമുകൾ ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ഷോസ് ചെയ്യുന്ന ആളാണ്. ഒറ്റയ്ക്ക് നിന്നൊരു 1.5 മണിക്കൂർ കണ്ണും പൂട്ടി ഒരു സദസ്സിനെ ഒറ്റയ്ക്ക് നിന്ന് ചിരിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ് സജീഷ്. അത് തന്നെയാണ് സജീഷിൻ്റെ ഒരു മിടുക്കും. സജീഷ് പ്രത്യേകിച്ച് ഈ തൃശ്ശൂർ ഏരിയകളാണ് സജീഷിന് കിട്ടുന്നെങ്കിൽ സജീഷ് കുറച്ചുകൂടെ മേളാങ്കിക്കും. അവിടെ കിടന്നിട്ടാണ് അവിടെയാണ് സജീഷിൻ്റെ പരിപാടികൾ. സജീഷ് അങ്ങനെ കുറേ ഒബ്സർവ് ചെയ്തിട്ടുള്ള ഫേസ്ബുക്കിലൊക്കെ സജീഷ് ഇരുന്ന കുഞ്ഞു കുഞ്ഞു പോസ്റ്റുകളൊക്കെ ചിലപ്പോൾ ഞാനിങ്ങനെ തട്ടി നോക്കുമ്പോൾ കാണാറുണ്ട്. ഗംഭീര ഒരു സംഭവം നടന്നാൽ അതിനെപ്പറ്റി വളരെ നമ്മൾ ആരും കാണാത്തൊരു വീക്ഷണകോണിലൂടെ അത് കണ്ട് അതിനെപ്പറ്റി ഒരു 5 മിനിറ്റിൻ്റെ ഒരു ചെറിയ പരിപാടി ചെയ്ത് അപ്പം അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ സജീഷ് ചെയ്യുന്നതാണ്. ഞങ്ങളുടെ പരിപാടിയിൽ വന്നതിൽ താങ്ക് യു. അപ്പോൾ സജീഷ് ചേട്ടന് ഞങ്ങളുടെ സ്നേഹ സമ്മാനം നൽകാനായിട്ട് രമേശ് ചേട്ടനെ സാജു ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, പ്ലീസ്. ശ്രീ സജീഷ് കുട്ടനല്ലൂർ, ഒരു സ്റ്റാൻഡപ്പ് കോമഡി പ്രോഗ്രാമിൽ നമ്മൾ പലപ്പോഴും ഈ സെഗ്മെന്റിൽ വന്നിട്ടുള്ള ആളുകൾ മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. മിമിക്രിയിലൂടെ വന്നവരാണ്, ടെലിവിഷനിലൂടെ വന്നവരുണ്ട്, നാടകത്തിലൂടെ വന്നവരുണ്ട്. എന്നാൽ സ്റ്റാൻഡപ്പ് കോമഡി എന്ന കലാരൂപം കൈമുതലാക്കി ഒരുപക്ഷെ മലയാളികൾക്ക് അത് ഇത്രമാത്രം പരിചിതമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് അതിനുശേഷം ഇത് എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അത് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കലാകാരനാണ്. കാരണം ഞാൻ ഇതൊരിക്കൽ അനുഭവിച്ചിട്ടുണ്ട്. ഞാനൊരിക്കൽ ഒരു പരിപാടി സ്ഥലത്ത് ചെന്ന് ഞാൻ ഈ സ്റ്റാൻഡപ്പ് ഒക്കെ തുടങ്ങിയതിന് ശേഷം കുറച്ചുകൂടെ ഒരു ഓപ്പൺ എയർ പരിപാടിയിൽ ഞാനൊരു 1/2 മണിക്കൂറിൽ കൂടുതൽ നിന്ന് തമാശകൾ പറയുകയും ചിരിപ്പിക്കുകയൊക്കെ ചെയ്ത ശേഷം എന്നോട് ഇവർ വന്നിട്ട് പറഞ്ഞു, പരിപാടിയൊന്നും ചെയ്തില്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 1/2 മണിക്കൂർ അത് വർത്താനം പറഞ്ഞതല്ലേ, നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞ അതിനകത്ത് വർത്താനം പറയണല്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തില്ലല്ലോ. അപ്പൊ ഇവര് നമ്മളിങ്ങനെ ഒച്ച സ്കൂളുകളിൽ ചെല്ലുമ്പോൾ തന്നെ സ്കൂളുകളിൽ നമ്മൾ സംസാരിക്കുമ്പോഴാണ് എന്തെങ്കിലും കുട്ടികൾക്ക് തമാശ ഒക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കണം. നന്ദി നമസ്കാരം എന്ന് പറയുമ്പോൾ അല്ല എന്തെങ്കിലും ചെയ്യണോട്ടാ, ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും, ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യണമെന്ന് പറയും. അപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കുകയും കൂടെ ചെയ്ത് വരുന്ന ഇതിന്റെ ഒരു പ്രചാരവേല എന്ന് പറയുന്നത് ചെയ്യുന്ന ഒരാളാണ് സത്യത്തിൽ. പ്രചാര ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് സജീഷ് കുട്ടനല്ലൂർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പരിപാടിയിൽ വരാൻ കഴിഞ്ഞത് നമ്മളുടെ ഒരു വലിയ ഭാഗ്യമായി കരുതിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു ചെറിയ ഉപഹാരം ഈ അവസരത്തിൽ നൽകുന്നു. നമുക്ക് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമൻസ്
പെർഫോമേഴ്സിനെ നിശ്ചയിക്കാം. അതിന് മുന്നോടിയായിട്ട് ഇരുവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം ഷാജിമോൻ ആൻഡ് സുനിൽ. ഒരാൾ പ്രൊഫഷണൽ മിമിക്രി ആർട്ടിസ്റ്റ്, ഒരാൾ കളരി മർമ്മ വിദ്യാവിദഗ്ധൻ. ഇങ്ങനെ രണ്ടുപേര് തമ്മിലാണ് ഇന്ന് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി എത്തിയത്. ഈ സ്റ്റാൻഡപ്പ് കോമഡിയെ നമ്മളൊരു വലിയ കലയായിട്ട് കണ്ടാൽ അതിലൊരു കലയുണ്ട്, കലാകാരനുണ്ട്, മത്സരങ്ങളൊക്കെ ഉണ്ടാവും. തമാശ പറയുക എന്ന് പറയുന്നത് അങ്ങനെ വലിയ കലയായിട്ടൊന്നും കാണാതെ ഒരു സ്വാഭാവിക വർത്തമാനമായി കണ്ടാൽ എല്ലാവർക്കും അത്യാവശ്യം ഒരു ചെറിയ നർമ്മബോധവും നർമ്മം പറയാനുള്ള കഴിവുമെല്ലാം ഉണ്ട്. അതിൽ ആരൊക്കെയോ കുറച്ചുകൂടെ അവസരങ്ങൾ കിട്ടുമ്പോൾ, ആരൊക്കെയോ കുറച്ചുകൂടെ അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ, ആരൊക്കെയോ മറ്റാരൊക്കെയോ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് കൂടുതൽ മികച്ച പ്രതിഭകൾ അതിൽ നിന്നും ഉരുത്തിരിച്ച് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഇന്ന് 2 പ്രതിഭകൾ ഇവിടെ മാറ്റുരച്ചു. ഈ 2 പേരിൽ ഒരൽപ്പം മറ്റൊരാളെക്കാൾ മുന്നിൽ നിൽക്കുന്നതായ പ്രകടനം കാണിച്ചത് ഷാജിമോൻ ചേട്ടനാണ്. ബെസ്റ്റ് പെർഫോമറായി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത്.